ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ടൊരു ദോശയും ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി ഞാനിവിടെ ഒരു 1.5 കപ്പോളം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഏതാണ്ട് ഒരു 2 മണിക്കാണ് കേട്ടോ വെള്ളത്തിലിടുന്നത്. അപ്പോൾ ഇത് സാധാരണ ഇടുന്ന പോലെയല്ല, കുറച്ചും കൂടെ പൾസസൊക്കെ ചേർക്കുന്നുണ്ട്. ഇനി ഞാനൊരു 1/4 കപ്പോളം ഉഴുന്നാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. ഉഴുന്നിട്ട് കൊടുത്തതിന് ശേഷം ഇത് 1/4 കപ്പിൻ്റെ അളവാണ്. ഇത് പായസപ്പരിപ്പാണ്, ചെറുപയർ പരിപ്പ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. മൈസൂർ ദാൽ എന്ന് പറയും, മസൂർ ദാൽ എന്നൊക്കെ പറയും ഈ ഒരു കളറിലുള്ള പരിപ്പ്. അതും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പാണ് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. കടലപ്പരിപ്പ് വളരെ കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഈ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് മുന്നേ ഇടുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 മണിക്കാണ് കുതിർത്ത് വയ്ക്കുന്നത്. കുറച്ചധികം സമയം ഞാൻ വെക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കണം. ഒരു 4-5 തവണ നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 6 മണി വരെ ഞാൻ വെക്കുന്നുണ്ട്. ഒരു 6 മണിയൊക്കെ ആയതിന് ശേഷം ഇതിങ്ങനെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ. ഒരു 5 മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിത് ഈ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ദോശയ്ക്ക് അരയ്ക്കുന്നതിനെക്കാട്ടിലും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് നമ്മളിതിൽ കടല പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് വരണം. ഇതിലേക്ക് ഇനി വെള്ളം, ഇതിങ്ങനെ മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ഭാഗത്തോളം അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക കേട്ടോ. നല്ലോണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെയാണ്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കുറച്ച് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി രണ്ടാമത്തതും കൂടെ ഞാൻ അരച്ചെടുക്കണേ. കുറച്ചും കൂടെ അരി നമ്മളിവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്ത് ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പോളം ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറില്ലെങ്കിൽ അവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഉച്ചയ്ക്ക് വെച്ച ചോറാണ് കേട്ടോ. ഇതിലേക്ക് ഇനി വെള്ളം കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/4 കപ്പിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്ത് വീണ്ടും നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതൊരു 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല ഇങ്ങനെ പതഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ കൊണ്ട് ഇളക്കി കൊടുക്കുന്നതാകും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു രാത്രി മുഴുവനും നമ്മൾക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഒരു രാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ലോണം പത പോലെയാണ് ഇരിക്കുക കേട്ടോ. നമ്മൾ ഈ പൾസസൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൾസസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത്രയും ഉണ്ട്. ഒരു മീഡിയം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ഞാനിവിടെ ഒരു 1.5 പിടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെയല്ല, വളരെ വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കിയെടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. എന്നാലാണ് ഈ ക്യാരറ്റിൻ്റെ മല്ലിയിലയുടെ ഒക്കെ ആ ഒരു മണമൊക്കെ ഈ ഒരു മാവിൽ പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരം വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട്
നമ്മൾ തേങ്ങ എടുക്കുന്നില്ല. മല്ലിയില ഞാനിവിടെ ഒരു പിടി എടുത്തിട്ടുണ്ട്. സവാള 3 സവാള ഇതുപോലെ വലുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം 4-5 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിലക്കടലയാണ് കേട്ടോ. 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയാണ് കേട്ടോ. മല്ലി അതൊരു സ്പൂണോളം ചേർത്ത് കൊടുക്കണം. പച്ചമല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂണോളം ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മളിതിലേക്ക് മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമല്ലി. ഈ പച്ചമല്ലി നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഈ മല്ലി പച്ചയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ രുചി ഉണ്ടാവില്ല. നല്ലോണം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കളർ മാറി വരണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള നിലക്കടല ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതും അതുപോലെ തന്നെ ഒരു പച്ചമണമുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ തൊലിപ്പുറത്ത് കുറച്ചൊന്ന് ഡാർക്ക് കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് മല്ലിയും പച്ചമല്ലിയും അതുപോലെ തന്നെ നിലക്കടലയും നല്ലോണം ഇതുപോലെ വറുത്തെടുക്കണം. കളറൊന്ന് കുറച്ച് മാറി വരണം. ഇത് രണ്ടും മൂത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് അറിയാം കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഇഞ്ചി ഒരു 5 കഷ്ണാക്കി എടുത്തതാണ് കേട്ടോ. ഇനി സവാള ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള ഒരുപാട് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടെയാണ് റെഡിയാക്കുന്നത്. ഈ തണുപ്പ് കാലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഒത്തിരി പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം കൂടെയുള്ളൊരു സമീകൃതാഹാരം എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാൻ കേട്ടോ. മല്ലിയില ഇല്ലെങ്കിൽ നമുക്കിതിനെ സ്കിപ്പ് ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മല്ലിയില ഒരുപാടിട്ട് വേവിക്കരുത് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുമൊന്നും വേണ്ട. സവാള നമ്മൾ ഒത്തിരി ഒന്നും വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇത്രേ വേണ്ടുള്ളൂ. നമുക്ക് ഒരുപാട് ജോലിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചട്നി സാധാരണ നമ്മളെ ദോശയ്ക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഒരു 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ എരിവിനായിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ മിക്സിയിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പുളിയാണ് കേട്ടോ. ഒരു ചെറിയ എരിവ് വേണം. അപ്പോൾ അത് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് വാളംപുളി. ഇനി 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. 1/2 കപ്പ് വെള്ളം അളന്നൊഴിച്ചാലും മതി. കറി എത്ര വേണോ അത്രയും ലൂസാക്കി എടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണേ. ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കുമ്പോൾ ഉണ്ടാവുക. ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. ഞാൻ വീണ്ടും ആ കടായി തന്നെ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ, 1/2 സ്പൂണോളം കടുകും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ക്യൂമിൻ സീഡ് ചെറിയ ജീരകം 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1/2 സ്പൂണോളം കായപ്പൊടിയും ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ. ഈ ഒരു ചട്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള. ഇനി ഇതിലൊരു 1/4 കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 തവണയായിട്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ 1/2 കപ്പോളം വെള്ളം എടുക്കുന്നുണ്ട്. കറി എത്ര വേണമെങ്കിലും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ കുറച്ച് തിക്കായി വരും. കാരണം നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് നിലക്കടല ആയതുകൊണ്ടാണ് കേട്ടോ. ദോശയ്ക്ക് എപ്പോഴും കുറച്ച് ലൂസായിട്ടിരിക്കുന്ന കറിയാണ് കേട്ടോ നല്ലത്, ഒഴിച്ച് കറി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തക്കാളി ചട്നിയോ തേങ്ങാ ചട്നിയോ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം. വളരെ വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. ദോശത്തവ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ ഇതിൽ എണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല.
അപ്പോൾ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ. 2 തവി ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചുറ്റിച്ചാൽ മാത്രം മതി. ഇത് കുറച്ച് കട്ടിയായിട്ട് ഇരുന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ കാണാനും ഭംഗിയുള്ള രീതിയിൽ കിട്ടുള്ളൂ. ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 1/2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട്. അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇത് കണ്ടില്ലേ, നമ്മൾ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഈ കാണുന്നത്, മല്ലിയിലയും ക്യാരറ്റൊക്കെ. ഇനി ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മേളിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കാം. ഇനി നമ്മളിതിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഇതിന് സാധാരണ ദോശയുടെ ആ ഒരു കളറല്ല, ഒരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ കിട്ടുക. വീണ്ടും ഞാൻ ഒരു ദോശയും കൂടെ ഉണ്ടാക്കുകയാണ് ഇതേപോലെ തന്നെ. 2 തവി കോരി ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അടച്ച് വയ്ക്കുക. പെട്ടെന്ന് റെഡിയാവും കേട്ടോ. അത്രയേ ഉള്ളൂ പണി, വളരെ എളുപ്പമാണ്. നമ്മൾക്കിത് കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിളിൻ്റെ അസുഖമുള്ളവർക്കൊന്നും പ്രശ്നമില്ല. നമ്മളത് പുളിപ്പിച്ചല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏത് പ്രായക്കാർക്കും ഇത് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ കുറച്ചൊന്ന് നെയ്യ് തടവിയതിന് ശേഷം നമുക്കിതുപോലെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള പൾസസ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. നമ്മൾ കുറച്ചധികം ലൂസാക്കിയിട്ടായിരുന്നു ഈ ചട്നി എടുത്തിരുന്നത്. കുറച്ചൊന്ന് ചൂടാറി വന്നപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോ